ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി മുള്ളരിയാടാണ് സംഭവം. അമർ ഇലാഹി എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം നടന്നത്. മരിച്ച യുവാവിന്റെ മൃതദേഹം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. രൂക്ഷമായ കാട്ടാന ശല്യമുള്ള മേഖലയാണ് ഇതെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. കേരള ഗവർണർ സ്ഥാനമൊഴിഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ ചുമതല ഏറ്റെടുക്കാൻ ബീഹാറിലേക്ക് പുറപ്പെട്ടു. ജനുവരി 2-ാം തീയതി ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതലയേൽക്കും. സ്ഥാനമൊഴിഞ്ഞെങ്കിലും കേരളവുമായുള്ള ബന്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള സർക്കാരിന് എല്ലാ ആശംസകളും നേരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സ്ഥാനമൊഴിഞ്ഞ് യാത്ര തിരിക്കുന്ന ഗവർണറെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എത്തിയില്ല. പുതിയ കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനുവരി 2-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയപാത നിർമ്മാണത്തിന് അശാസ്ത്രീയ മണ്ണെടുപ്പ്. ചേളന്നൂർ പോഴിക്കാവിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ സമരക്കാരെ നേരിടാൻ പോലീസ് എത്തി. സമരം നയിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കുമാറിനെ പോലീസ് വലിച്ചിഴച്ചു. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പോലീസ് നടത്തുന്നത് നരനായാട്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ. പെരിയ കൊലപാതക കേസിൽ CPIM-ന് യാതൊരു ബന്ധവുമില്ലെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. കൊലപാതകം നടന്നത് CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയല്ലെന്നും കൊലയാളി പാർട്ടി ആരാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും പ്രതികരണം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പെരിയ കൊലപാതകത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി വിധി വന്നതിനു ശേഷം പ്രതികരിക്കാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ആത്മകഥാ വിവാദം. ഗുരുതരമായ തെറ്റാണ് DC ബുക്സ് ചെയ്തതെന്നും കേസെടുക്കണമെന്നും EP ജയരാജൻ. പാർട്ടിക്കെതിരായും സർക്കാരിനെതിരായും വാർത്ത സൃഷ്ടിക്കാൻ DC ബുക്സിനെ ഉപയോഗിച്ചു. പാർട്ടിയെ ദുർബലപ്പെടുത്താനും തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താനും വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ DC കൂട്ടുനിന്നെന്നും വിമർശനം. DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചെന്നും EP പ്രതികരിച്ചു. സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ട്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ 4 ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ മുറിയെടുത്തത്. മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. ഭർത്താവ് മരിച്ച സ്ത്രീയുടെ പേരിൽ 35 ലക്ഷം വ്യാജ വായ്പ. കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസ്. തട്ടിപ്പിനിരയായ സ്ത്രീ നൽകിയ പരാതിയിൽ മുൻ മാനേജറെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവ്. മുൻ മാനേജരും കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയുമായ ബിജു കരീമിനെതിരെ കേസെടുക്കാൻ ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. തമിഴ്നാട്ടിൽ മോക്ഷം നേടാനായി വിഷം കഴിച്ച് ആത്മാഹുതി ചെയ്തത് 4 പേർ. തിരുവണ്ണാമലയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 4 പേർ ഹോട്ടൽ മുറിയിൽ ജീവനൊടുക്കി. വെള്ളിയാഴ്ചയാണ് സ്വകാര്യ ഫാം ഹൗസിലെത്തി 4 പേരും മുറിയെടുത്തത്. മോക്ഷപ്രാപ്തിക്കായി ജീവൻ അവസാനിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ വീഡിയോ ക്ലിപ്പും പോലീസ് കണ്ടെടുത്തു. ദക്ഷിണ കൊറിയയിലെ വിമാനാപകടം. 179 പേർ മരിച്ചതായി റിപ്പോർട്ട്. മുവാൻ രാജ്യാന്തര വിമാനത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി. സുരക്ഷാ മതിലിൽ ഇടിച്ച് കത്തിച്ചാമ്പലായി. 2 പേരെ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബാങ്കോക്കിൽ നിന്ന് 181 പേരുമായി സഞ്ചരിച്ച ജെജു എയർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്ന് വിമാന കമ്പനി CEO അറിയിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം എഴുതി ബുംറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 200 വിക്കറ്റുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ട് താരം. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലാണ് ഈ അപൂർവ നേട്ടം താരം കൈവരിച്ചത്. മെൽബണിൽ നടക്കുന്ന ടെസ്റ്റിന്റെ 4-ാം ദിനം ട്രാവിസ് ഹെഡിനെ പുറത്താക്കിയതോടെയാണ് ബുംറ 200 വിക്കറ്റ് തികച്ചത്. ഇതോടെ ഏറ്റവും വേഗത്തിൽ 200 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് ബുംറ സ്വന്തമാക്കി. 20-ന് താഴെ ശരാശരി നിർത്തിക്കൊണ്ട് ടെസ്റ്റിൽ 200 വിക്കറ്റ് നേടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ബൗളറാണ് ബുംറ.